Welcome to Shida's Talk. Hello everyone. Today I'm going to help you to study Class 7 Adult Journey Solved Activities. ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് 7ാം ക്ലാസ്സിലെ അഡോൾട്ട് ജേർണി എന്ന പാഠഭാഗത്തുള്ള ആക്ടിവിറ്റീസാണ്. ഈ പാഠഭാഗത്തുള്ള ക്വസ്റ്റ്യൻ ആൻസർ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള ആ ഒരു ടെക്സ്റ്റിലുള്ള ആക്ടിവിറ്റീസ്, കോൺവെർസേഷൻ, ഡയറി എൻട്രി, ലെറ്റർ റൈറ്റിംഗ്, അതേപോലെ നമ്മുടെ കുറച്ച് മോഡൽ ഓക്സിലറീസിൻ്റെ യൂസേജ്, കുറച്ച് ടെക്സ്റ്റ് വർക്ക്സ് ഒക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ ഡിയേഴ്സ്, നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ഡോൾസ് ജേർണി എന്ന പാഠഭാഗത്തുള്ള ആക്ടിവിറ്റീസൊക്കെയാണ് നോക്കുന്നത്. അപ്പോൾ ഈ ലെസണും അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറൊക്കെ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസ് കാണാത്തവർ ഒന്ന് ആ വീഡിയോ കണ്ട് ആ ലെസൺ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ആക്ടിവിറ്റീസിലേക്ക് കടക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ടത് എന്താ? റീഡ് ദ സ്റ്റോറി വൺസ് അഗെയിൻ ആൻഡ് ഐഡൻറ്റിഫൈ ദ ഫോളോയിങ്. അപ്പോൾ ഇവിടെ നമ്മൾ ലൊക്കേഷൻ എന്താ, ക്യാരക്ടേഴ്സ് ആരൊക്കെയാ, തീം എന്താന്നൊക്കെ എഴുതണം അല്ലേ. അപ്പോൾ ലൊക്കേഷൻ എന്താ ഇവിടെ? ദ സ്റ്റോറി ടേക്ക് പ്ലേസ് ഇൻ എ പാർക്ക് ഇൻ ബെർലിൻ അല്ലേ. ഇനി അടുത്ത ക്യാരക്ടേഴ്സ് ആരൊക്കെയാ? ഫ്രാൻസ് കഫ്ക, ദ ഗേൾ, ദ ഡോൾ. ഈ 3 പേരാണ് ക്യാരക്ടേഴ്സ്. ഇനി ഇതിൻ്റെ തീം എന്താ? ദ സ്റ്റോറി എക്സ്പ്ലോർ ദ തീം ഓഫ് ലോസ്, empathy, creativity and the power of storytelling. ഇതൊക്കെയാണ് അതിൽ തീം വരുന്നത്. ഇനി നമ്മൾ അടുത്ത ആക്ടിവിറ്റി എന്താ? റീഡ് ദി സെൻറ്റൻസ് ഫ്രം ദി സ്റ്റോറി. ഇറ്റ് വാസ് എ സാറ്റർഡേ ആഫ്റ്റർനൂൺ. Kafka was walking through a park in Berlin. He met a girl who was crying because she had lost her favorite doll. അല്ല, കഫ്ക എന്ത് ചെയ്യാണ്? ഒരു സാറ്റർഡേ ആഫ്റ്റർനൂണിൽ പാർക്കിലൂടെ നടക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു കുട്ടി അവളുടെ ഡോള് നഷ്ടപ്പെട്ടിട്ട് കരയുന്നത് കാണുന്നു. കഫ്ക കംഫർട്ടഡ് ദ ലിറ്റിൽ ഗേൾ ഹു വാസ് ഇൻ ഗ്രേറ്റ് ഡിസ്ട്രെസ്. അല്ലേ, കഫ്ക എന്ത് ചെയ്യാണ്? ആ കുട്ടിയെ സമാധാനിപ്പിക്കുകയാണ്, ആശ്വസിപ്പിക്കുകയാണ്. ഹിയർ ഇസ് എ സ്മോൾ പാർട്ട് ഓഫ് ദെയർ കോൺവെർസേഷൻ, ക്യാൻ യു കംപ്ലീറ്റ് ഇറ്റ്. അപ്പോൾ അവരുടെ കോൺവെർസേഷൻ്റെ ആദ്യത്തെ 2 പാർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മളത് കംപ്ലീറ്റ് ചെയ്യാണ് വേണ്ടത് അല്ലേ. അപ്പോൾ എന്തൊക്കെയാണുള്ളത്? കഫ്ക പറയാണ്, ഓ ഡിയർ വൈ ആർ യു ക്രൈയിങ്. അപ്പോൾ ലിറ്റിൽ ഗേൾ എന്താ പറയുന്നത്? മൈ ലെവി ലെവി മൈ ഡോൾ. അപ്പോൾ ഇവിടെ ഡോളിൻ്റെ പേര് ലെവി എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ഭാഗങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാണ് വേണ്ടത്. അതെങ്ങനെയാണ് നമുക്ക് എഴുതാൻ പറ്റുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ കഫ്ക എന്താണ് പറയുന്നത്? വാട്ട് ഹാപ്പൻ ടു യുവർ ഡോൾ. അപ്പോൾ ലിറ്റിൽ ഗേൾ, ഐ ലോസ്റ്റ് യുവർ. കഫ്ക, ഹൗ ഡസ് ഇറ്റ് ലുക്ക് ലൈക്ക്. അതിനെ കാണാൻ എങ്ങനെയാണെന്നല്ലേ. അപ്പോൾ ഗേൾ ആ ഡോളിൻ്റെ ഒരു രൂപം അങ്ങ് പറയാണ്. ലിറ്റിൽ ഗേൾ, ഷീ ഈസ് എ സ്മോൾ വിത്ത് ബ്രൗൺ ഹെയർ ആൻഡ് എ ബ്ലൂ ഡ്രസ്. അപ്പോൾ കഫ്ക എന്ത് പറയാണ്? ഡോണ്ട് വറി, ലെറ്റ്സ് ഫൈൻഡ് ഹെർ. അപ്പോൾ ലിറ്റിൽ ഗേൾ പറയാം, റിയലി വിൽ യു ഹെൽപ്പ് മീ. ഓ ശരിക്കും നിങ്ങൾ എന്നെ സഹായിക്കുമോ അല്ലേ ആ ഡോളിനെ നോക്കാൻ വേണ്ടി. അപ്പോൾ കഫ്ക എന്ത് പറയാ? ഓഫ് കോഴ്സ്, ലെറ്റ്സ് സ്റ്റാർട്ട് ലുക്കിംഗ് റൈറ്റ് നൗ. നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പം തന്നെ അതിനെ നോക്കാം. അപ്പോൾ ഗേൾ എന്ത് പറയാ? താങ്ക് യു സോ മച്ച്. വളരെ സിമ്പിളായിട്ടാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. നമുക്ക് ആ ടെക്സ്റ്റിൽ തന്നെ ഉൾക്കൊള്ളാൻ പറ്റുന്ന അത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് അറിയുന്ന കൂടുതൽ കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർക്കാം കേട്ടോ. ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം. നെക്സ്റ്റ് ആക്ടിവിറ്റി 3 അല്ലേ. ഇനാക്ട് ദ റോൾ ഓഫ് ദ ലിറ്റിൽ ഗേൾ ആൻഡ് കഫ്ക യൂസിങ് ദ കോൺവെർസേഷൻ പ്രിപ്പയർഡ്. അപ്പോൾ ആ കോൺവെർസേഷൻ, നിങ്ങൾ പ്രിപ്പയർ ചെയ്ത കോൺവെർസേഷൻ വെച്ചിട്ട് എന്ത് ചെയ്യുക? കഫ്കയുടെയും ആ ഗേളിൻ്റെയും പാർട്ട് നിങ്ങളിവിടെ അഭിനയിക്കുക അല്ലേ. അതപ്പോൾ നിങ്ങൾ ക്ലാസ്സിൽ ചെയ്യേണ്ട ആക്ടിവിറ്റിയാണ്. അടുത്തത് എന്താണ്? റീഡ് ദീസ് സെൻറ്റൻസ് ടേക്കൻ ഫ്രം ദ സ്റ്റോറി. ദ ഗേൾ കണ്ടിന്യൂ ടു റിസീവ് ലെറ്റേഴ്സ് ഫ്രം ദ ഡോൾ. ഷീ റോട്ട് അബൌട്ട് ഹെർ അഡ്വഞ്ചേഴ്സ് ഇൻ ഡീറ്റെയിൽ. ദ ലെറ്റേഴ്സ് ഡിലൈറ്റഡ് ദ ഗേൾ. അല്ലേ, ആ കുട്ടിക്ക് എന്ത് ചെയ്യുന്നുണ്ട്? കണ്ടിന്യൂസ് ആയിട്ട് ഡോളിൻ്റെ കയ്യിൽ നിന്നും ലെറ്റേഴ്സ് കിട്ടുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും, ഡോളിൻ്റെ എല്ലാ സാഹസികമായ യാത്രകളും ഡോൾ എന്ത് ചെയ്തിട്ടുണ്ട്? വിവരിച്ച് തന്നെ എഴുതുകയും ചെയ്യുന്നുണ്ട്. ആ ലെറ്ററൊക്കെ കുട്ടി എന്ത് ചെയ്തിട്ടുണ്ട്? സന്തോഷിപ്പിച്ചിട്ടുണ്ട്.
ദിസ് വെൻറ്റ് ഓൺ ഫോർ സം ടൈം. ഇതിങ്ങനെ കുറച്ച് കാലമായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. ആഫ്റ്റർ റീഡിങ് ദ ലെറ്റേഴ്സ് ഫ്രം ദ ഡോൾ ദ ഗേൾ വാസ് ഈഗർ ടു സീ ഹർ. ആ കത്തുകൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുമ്പം വായിച്ചുകൊണ്ടിരിക്കുമ്പം ഗേളിന് എന്ത് തോന്നുകയാണ്, ആ ഡോളിനെ കാണണമെന്ന് അതിയായിട്ട് ആഗ്രഹം വരികയാണ്. ഷീ വെയിറ്റഡ് ആൻഡ് വെയിറ്റഡ്. ഇങ്ങനെ കാത്തുകൊണ്ടേയിരുന്നു ഡോൾ തിരിച്ചു വരുന്നതിന് വേണ്ടിയിട്ട്. ബട്ട് ദ ഡോൾ ഡിഡിൻ ടേൺ അപ്പ്. പക്ഷേ ഡോൾ എന്ത് ചെയ്തില്ല, മടങ്ങി വന്നില്ല. സോ ഷീ ഡിസൈഡഡ് ടു പുട്ട് ഹെർ തോട്ട്സ് ആൻഡ് ഇമോഷൻ ഇൻ ഹെർ ഡയറി. അപ്പോൾ അങ്ങനെയുള്ളൊരു ദിവസം അവൾ എന്ത് ചെയ്യാണ്, ആ കുട്ടി അവളുടെ ആ ഒരു ഇമോഷൻസും അവളുടെ തോട്ട്സൊക്കെ ഡയറിയിൽ എഴുതിയാണ്. ആ ഡയറി എങ്ങനെയാണെന്നാണ് ചോദിക്കുന്നത് അല്ലേ. അപ്പോൾ റൈറ്റ് ദ ഡയറി എൻട്രി ഓഫ് ദ ഗേൾ. ഇവിടെ ഓൾറെഡി നമ്മൾ ഡയറി എൻട്രി എഴുതുന്നതിന് മുമ്പുള്ള ഫോർമാറ്റ് നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അതിന് നമ്മളതിലേക്ക് ആ ഒരു കണ്ടൻറ്റ് തന്നെ എഴുതേണ്ടതുള്ളൂ. അപ്പോൾ ഡയറി തോട്ട്സൊക്കെ എഴുതുമ്പോൾ നമ്മൾ എന്ത് വേണം, നമ്മൾ ആ ക്യാരക്ടറായി മാറിയിട്ട് സബ്ജക്റ്റ് ഫസ്റ്റ് പേഴ്സണിൽ അല്ല, ഐ എന്ന് പറയുന്ന ഫസ്റ്റ് പേഴ്സണിലായിരിക്കും നമ്മൾ കാര്യങ്ങൾ എഴുതേണ്ടത്. അപ്പോൾ നമുക്കിവിടെ ഈ ഡയറി എങ്ങനെയാണ് എഴുതുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഡയറി നമ്മൾ നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്ത അതേ ഫോർമാറ്റ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് എഴുതാൻ നോക്കാം. ടുഡേ വാസ് എ ഹാപ്പി ബട്ട് എ ലിറ്റിൽ ബിറ്റ് ഡിസപ്പോയിൻറ്റിംഗ് ഡേ. ടുഡേ ഓൾസോ ഐ ഗോട്ട് മൈ ഡോൾസ് ലെറ്റർ. അല്ലേ, ഇന്നെന്ന് പറഞ്ഞാൽ സന്തോഷമുള്ളതും കുറച്ചൊക്കെ നിരാശയ്ക്കുള്ള ഒരു ദിവസമാണ്. ഇന്നും എനിക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, എൻ്റെ ഡോളിൻ്റെ ലെറ്റർ കിട്ടിയിട്ടുണ്ട്. ഷീ സീംഡ് വെരി ഹാപ്പി ഇൻ ഹെർ ലെറ്റർ. അവളുടെ ലെറ്ററിൽ അവൾ വളരെ ഹാപ്പിയാണ്. ഷീ ഈസ് എൻജോയിങ് ഹെർ വേൾഡ് ട്രിപ്പ്. ഷീ ഓൾവേസ് റൈറ്റ് അബൌട്ട് ഹെർ അഡ്വഞ്ചേഴ്സ് ആൻഡ് ദ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ഫ്രം ഹെർ ജേർണി. അവളുടെ ട്രിപ്പൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട്. കൂടാതെ അതിലുള്ള ഷീ ഓൾവേസ് റൈറ്റ്സ് അബൌട്ട് ഹെർ അഡ്വഞ്ചേഴ്സ് ആൻഡ് ദ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസസ് ഫ്രം ഹെർ ജേർണി. യാത്രയിലുള്ള മനോഹരമായ അനുഭവങ്ങളും അഡ്വഞ്ചേഴ്സൊക്കെ അവൾ എന്ത് ചെയ്യാറുണ്ട്, കത്തിലൂടെ അറിയിക്കുന്നുണ്ട്. ഐ ആം വെരി ഹാപ്പി ആൻഡ് പ്രൗഡ് ഓഫ് ഹെർ ബട്ട് സംടൈംസ് ഐ ആം മിസ്സിങ് ഹെർ സോ ബാഡ്ലി. അവളുടെ കാര്യത്തിൽ ഞാൻ വളരെ ഹാപ്പിയുമാണ്, ഭയങ്കര പ്രൗഡുമാണ്. പക്ഷേ ചിലപ്പോഴൊക്കെ എനിക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അവളെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. വെൻ വിൽ ഷീ കം ബാക്ക്. അവൾ എപ്പോഴായിരിക്കും തിരിച്ചു വരിക? വിൽ ഷീ ഫോർഗെറ്റ് മീ. അവൾ എന്നെ മറക്കുമോ? വാട്ട് ഐ ഡു ഇഫ് ഷീ ഗെറ്റ്സ് എ ന്യൂ ഫ്രണ്ട് ഓൺ ഹെർ ജേർണി. അവളുടെ യാത്രയിൽ അവൾക്കൊരു പുതിയ ഫ്രണ്ടിനെ കിട്ടിയാൽ ഞാനെന്ത് ചെയ്യും? ഐ ബി വെരി സാഡ് ദെൻ ബിക്കോസ് മൈ വൺ ആൻഡ് ഓൺലി ഫ്രണ്ട് ഈസ് ഹെർ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഭയങ്കര സാഡാവും, കാരണം എനിക്കുള്ള ഏക ഫ്രണ്ടാണ് അവൾ. വെൻ ഷീ കംസ് ബാക്ക് ഐ വിൽ ബി വെരി കെയർഫുൾ നോട്ട് ടു ലൂസ് ഹെർ അഗെയിൻ. ഇനി അവൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? അവളെ നന്നായിട്ട് കെയർ ചെയ്യും, ഒരിക്കലും ഞാൻ അവളെ നഷ്ടപ്പെടുത്തില്ല. ആൻഡ് ഐ വിൽ ബി വെരി ഹാപ്പി ടു പ്ലേ വിത്ത് ഹെർ. അവൾ വന്നു കഴിഞ്ഞാൽ ഞാൻ അവളോടൊപ്പം കളിക്കുന്നതിലും വളരെയധികം ഹാപ്പി ആയിരിക്കും അല്ലേ. ഈ രീതിയിൽ നമുക്ക് ഈ ഒരു ഡയറി എൻട്രി എഴുതാം. നെക്സ്റ്റ് ആക്ടിവിറ്റി 5. ഹിയർ ഈസ് എ ലെറ്റർ റിട്ടൺ ബൈ ദ ഡോൾ ടു ദ ഗേൾ. റീഡ് ഇറ്റ്. ഇവിടെ നമ്മുടെ ഡോള് ആ കുട്ടിക്ക് എഴുതിയ ഒരു ലെറ്റർ തന്നിട്ടുണ്ട്, അതൊന്ന് വായിക്കാനാണ് പറയുന്നത്. ഡിയർ ഇർമ. അപ്പോൾ ഇവിടെ കുട്ടിയുടെ പേരെന്താ കൊടുത്തിട്ടുള്ളത്? ഇർമ എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഹൗ ആർ യു? ഹോപ്പ് യു ഗോട്ട് ഓൾ മൈ ലെറ്റേഴ്സ് ആൻഡ് എൻജോയ്ഡ് റീഡിങ് ദം. അല്ലേ, എനിക്ക് എൻ്റെ കത്തുകളൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്ന് പ്രത്യാശിക്കുന്നു. അതേപോലെ നീ അത് വായിച്ച് എൻജോയ് ചെയ്യുന്നുണ്ടെന്നും വിചാരിക്കുന്നു അല്ലേ. ഹൗ ആർ യു? സുഖം തന്നെയല്ലേ. ഹൗ ക്യാൻ ഐ ഫോർഗെറ്റ് ദോസ് ഹാപ്പി ഡേയ്സ് വിത്ത് യു. ഇറ്റ് വാസ് ഫ്രം യു ഐ ഫസ്റ്റ് ഫെൽറ്റ് മദേഴ്സ് ലവ്. അല്ലേ, നിന്നോടൊപ്പമുള്ള ദിവസങ്ങൾ എനിക്കെങ്ങനെയാണ് മറക്കാൻ കഴിയുക? ഒരു അമ്മയുടെ നിന്ന് കിട്ടുന്ന സ്നേഹം എനിക്ക് ആദ്യമായിട്ട് കിട്ടിയത് നിന്നിൽ നിന്നാണ്. യു ബാത്ത് മീ, ഡ്രസ് മീ, ക്യാരീഡ് മീ ഇൻ യുവർ ആംസ് ആൻഡ് മെയ്ഡ് എ ബെഡ് ഫോർ മീ. നീ എന്നെ കുളിപ്പിച്ചിട്ടുണ്ട്, ഡ്രസ്സ് ചെയ്ത് തന്നിട്ടുണ്ട്, നിൻ്റെ കൈകളിലേക്ക് നീ എന്നെ എടുത്തിട്ടുണ്ട്, പിന്നെ എനിക്ക് കിടക്കാനുള്ള ബെഡ് വിരിച്ച് തന്നിട്ടുണ്ട്, ഉണ്ടാക്കിയിട്ടുണ്ട്. ദെൻ യു വെയർ ഓൾവേസ് ബിസി വിത്ത് സ്യൂയിങ് ക്ലോത്ത്സ് ഫോർ മീ. എനിക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സൊക്കെ തയ്ക്കുന്നതിൽ എപ്പോഴും നീ ബിസി ആയിരുന്നു. അതായത് ഈ ഡോളിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു ഈ കുട്ടി ടൈം മൊത്തം സ്പെൻഡ് ചെയ്യുന്നതെന്നാണ് ഡോൾ ഇവിടെ പറഞ്ഞു വരുന്നത്. ദെൻ ടേക്ക് മീ എവരിവെയർ യു വെൻറ്റ് ആൻഡ് ഫീഡിങ് മീ. നീ പോകുന്നിടത്തൊക്കെ എന്നെ കൂടെ കൂട്ടുകയും എനിക്ക് ഭക്ഷണമൊക്കെ തരുകയും ചെയ്യുമായിരുന്നു. ഹൗ വിഷ് ഐ വെയർ വിത്ത് മീ നൗ. ഹൗ ഐ വിഷ് യു വെയർ വിത്ത് മീ നൗ. ഞാനിപ്പോൾ നീ എന്നോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നു. ഇറ്റ് ഈസ് സച്ച് ഫൺ ഹിയർ. ഇവിടെ നല്ല തമാശയൊക്കെയാണ്. വെൻ ഷാൽ വി മീറ്റ് അഗൈൻ. നമ്മൾ എപ്പോഴാണ് വീണ്ടും കാണുക? വിത്ത് ലോട്ട്സ് ഓഫ് ലവ് യുവർ ലിവി ഡോൾ. അല്ലേ, അപ്പോൾ നമുക്ക് ഡോളിൻ്റെ ഒരു ലെറ്റർ ഇവിടെ കിട്ടി. ഇനി നമ്മൾ ചെയ്യേണ്ട ആക്ടിവിറ്റി എന്താ? ഇമാജിൻ യു ആർ ഇർമ
റൈറ്റ് എ റിപ്ലൈ ടു ലെവി. നിങ്ങൾ ഇമാജിൻ ചെയ്യുക നിങ്ങൾ ഇർമയാണെന്ന്, എന്നിട്ട് ഈ കത്തിന് നമ്മുടെ ഡോളിന് ലെവിക്ക് എന്ത് ചെയ്യുക, ഒരു റിപ്ലൈ നൽകുക. അപ്പോൾ നമുക്ക് ആ ആക്ടിവിറ്റി ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് ഈ ലെറ്റർ നോക്കുമ്പോൾ ഇതിന് മുമ്പായിട്ട് ആദ്യം നമ്മൾ ഇതിന് കുറച്ച് ഫോർമാലിറ്റീസ് കീപ്പ് ചെയ്യാനുണ്ട് കേട്ടോ. ഇതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം, സെൻഡേഴ്സ് അഡ്രസ്സ് എഴുതണം. അതായത് എഴുതുന്ന ആളുടെ പേര് വെക്കണ്ട, ജസ്റ്റ് ഒരു അഡ്രസ്സ്. അത് കഴിഞ്ഞിട്ട് ഡേറ്റ് കൊടുക്കണം. ഓക്കെ, അതിന് ശേഷമാണ് നമ്മൾ സല്യൂട്ടേഷൻ, ഇപ്പോൾ ഡിയർ ലെവി എന്നുള്ള സല്യൂട്ടേഷൻ അതിന് ശേഷമാണ് എഴുതേണ്ടത്. അപ്പോൾ ലെറ്റർ എഴുതുമ്പം ഈ പോയിന്റുകൾ നിർബന്ധമായിട്ടും ഓർമ്മയിൽ വെക്കുക. ഓക്കെ, അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ എഴുതുന്നത്? I have received all your letters. I am so happy and excited to know that you are safe and having fun. But it's also bittersweet because I miss you dearly. ആ തന്ന കത്തിനാണ് മറുപടി എഴുതുന്നത് അല്ലേ. അപ്പോൾ എന്താ പറയുന്നത്? നിൻ്റെ ലെറ്റേഴ്സൊക്കെ എനിക്ക് കിട്ടാറുണ്ട്, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, ഞാൻ നിൻ്റെ വിവരങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആണ്, നീ സേഫാണെന്ന് അറിഞ്ഞതിൽ സന്തോഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സ്റ്റാർട്ടിങ്ങിലൊന്ന് എഴുതി അല്ലേ. യുവർ വേർഡ്സ് ബ്രോട്ട് ബാക്ക് മെനി മെമ്മറീസ് ഓഫ് അവർ ടൈം ടുഗദർ. നിൻ്റെ വാക്കുകൾ നമ്മൾ ഒരുമിച്ചുള്ള ഒരുപാട് മെമ്മറീസുകൾ, ഓർമ്മകൾ കൊണ്ടുവന്നു. ഐ റിമെമ്പർ എവറി മൊമെൻറ്റ് ആസ് ഇഫ് ഇറ്റ് വെയർ യെസ്റ്റർഡേ. എല്ലാ മൊമെൻറ്റുകളും നിന്നോടൊപ്പമുള്ള എല്ലാ നിമിഷങ്ങളും ഇന്നലെ കഴിഞ്ഞ എന്ന പോലെ ഞാൻ ഓർക്കുന്നു. യു വെയർ ഓൾവേസ് ബൈ മൈ സൈഡ് ആൻഡ് ഐ ഫെൽറ്റ് ലൈക്ക് എ മദർ ടേക്കിംഗ് കെയർ ഓഫ് യു. അല്ലേ, യു വെയർ ഓൾവേസ് ബൈ മൈ സൈഡ്, നീ എപ്പോഴും എന്നോടൊപ്പം ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യുന്നു, ഒരു മദർ ഒരു കുട്ടിയെ കെയർ ചെയ്യുന്നത് പോലെ തന്നെ എനിക്കും അത് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഐ വിഷ് ഐ കുഡ് ബി ദെയർ വിത്ത് യു നൗ ടു സീ ദ വേൾഡ് ത്രൂ യുവർ ഐസ്. അല്ലേ, ഞാനും വിചാരിക്കുകയാണ്, ഐ വിഷ് ഐ കുഡ് ബി ദെയർ വിത്ത് യു, ഞാനും ഇപ്പോൾ നിന്നോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ ഞാനും ആഗ്രഹിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, നിന്നോടൊപ്പം തന്നെ ആ വേൾഡ് മുഴുവൻ കാണാം. കാരണം ഡോൾ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ, ഞാൻ ലോകം ചുറ്റുകയാണെന്നാണ് കത്തിൽ പറഞ്ഞിട്ടുള്ളത്. ടു സീ ദ വേൾഡ് ത്രൂ യുവർ ഐസ്. ഐ ഓഫൻ ഫൈൻഡ് മൈസെൽഫ് ഡേ ഡ്രീമിങ് അബൌട്ട് ദ പ്ലേസസ് യു ഹാവ് ഡിസ്ക്രൈബ്ഡ് ആൻഡ് ഇമാജിനസ് എക്സ്പ്ലോറിങ് ടുഗദർ. ഞാൻ പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, നീ പറയുന്ന കാര്യങ്ങളൊക്കെ ഒരു പകൽ സ്വപ്നം പോലെ ഇവിടുന്ന് കാണാറുണ്ട് അല്ല, നീ വിവരിക്കുന്ന കാര്യങ്ങളൊക്കെ. ദെൻ പ്ലീസ് ടെൽ മീ മോർ അബൌട്ട് യുവർ ജേർണി. നിൻ്റെ യാത്രയെക്കുറിച്ച് കൂടുതലായിട്ട് പറയുക. ഐ ആം ഈഗർ ടു ഹിയർ ഓൾ അബൌട്ട് യുവർ അഡ്വഞ്ചർ. നിൻ്റെ എല്ലാ അഡ്വഞ്ചറും കേൾക്കാൻ വേണ്ടി ഞാനിവിടെ വെയിറ്റ് ചെയ്യുകയാണ്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ലെവി, വെൻ വിൽ യു കമ്മിങ് ബാക്ക്. എല്ലാറ്റിലും ഉപരി ലെവി, നിന്നോട് ഞാൻ ചോദിക്കുകയാണ്, നീ എപ്പോഴാണ് മടങ്ങി വരിക. ടേക്ക് കെയർ ആൻഡ് കണ്ടിന്യൂ ടു എൻജോയ് യുവർ ട്രാവൽസ്. നീ നിൻ്റെ ട്രാവൽസൊക്കെ എൻജോയ് ചെയ്യുക. ഐ വിൽ ബി ഹിയർ വെയിറ്റിംഗ് ഫോർ യു വിത്ത് ഓപ്പൺ ആർംസ് ആൻഡ് എ ഹാർട്ട് ഫുൾ ഓഫ് ലവ്. വിത്ത് ഓൾ മൈ ലവ്, ഇർമ. ഈ ഒരു രീതിയിൽ നമുക്ക് ലെറ്റർ എഴുതാം. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ അടുത്ത ആക്ടിവിറ്റി നോക്കാം. വാട്ട് ഇഫ് ഇർമ വെയർ ലിവിങ് ഇൻ അവർ ടൈംസ്. ഇർമ നമ്മുടെ കാലത്താണ് ജീവിക്കുന്നതെങ്കിലോ എന്ന് അല്ലേ. വാട്ട് ഇഫ്, എന്തായിരിക്കും, ഇർമ നമ്മുടെ കാലത്താണ് ജീവിച്ചിരിക്കുന്നതെങ്കിൽ, നമ്മുടെ കാലത്താണുള്ളതെങ്കിൽ എന്തൊക്കെയായിരിക്കും ഇർമയുടെ ആ ഒരു ഡെയിലി റുട്ടീൻ എന്നാണ് ചോദിക്കുന്നത് അല്ലേ. ക്ലോസ് യുവർ ബുക്ക് ആൻഡ് ലിസൺ ടു യുവർ ടീച്ചർ. ബുക്ക് ക്ലോസ് ചെയ്യുക, എന്നിട്ട് ടീച്ചറെ ലിസൺ ചെയ്യുക എന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണെന്ന്. ഇർമ ലവ്ഡ് സ്പെൻഡിങ് ടൈം വിത്ത് ഹർ ഫ്രണ്ട്സ്. ഇർമ എന്ത് ചെയ്യും, ഫ്രണ്ട്സുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യും. ഇൻ ദി ഈവനിങ് ഷീ വുഡ് ഗോ സൈക്ലിംഗ്. വൈകുന്നേരങ്ങളിൽ അവൾ എന്ത് ചെയ്യുമായിരിക്കും, അവൾ എന്ത് ചെയ്യും, സൈക്ലിങ്ങിൽ അല്ലേ, സൈക്കിൾ ഓടിച്ച് കളിക്കും. ഷീ കുഡ് റൈഡ് ഫോർ എ ലോങ് ടൈം വിത്തൗട്ട് ഗെറ്റിംഗ് ടയേർഡ്. അവൾ ഒരുപാട് സമയത്ത് ടയേർഡ് ആവാതെ എന്ത് ചെയ്യും, സൈക്കിൾ റൈഡ് ചെയ്യും. ഏർലി ഇൻ ദ മോർണിംഗ് ഷീ വുഡ് ഹാവ് ഗ്രേറ്റ് ഫൺ ഡ്രോയിങ് ആൻഡ് പെയിൻറ്റിങ്. വളരെ നേരത്തെ തന്നെ, പുലർക്കാലത്ത് തന്നെ അവൾ എന്ത് ചെയ്യും, അവൾ ഡ്രോയിങ്ങും പെയിൻറ്റിങ്ങും ചെയ്യുന്നതിൽ ഭയങ്കരധികം ഇൻട്രസ്റ്റഡ് ആയിരിക്കും. പിന്നെയോ ആയിരിക്കും എന്നല്ല, അങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത് നമ്മുടെ കാലത്താണെങ്കിൽ. ബട്ട് എവറിത്തിങ് ചേഞ്ച് വെൻ ഷീ ഗോട്ട് എ സ്മാർട്ട് ഫോൺ ഫോർ ഹെർ ബർത്ത്ഡേ. പക്ഷെ അവളുടെ ബർത്ത്ഡേക്ക് ഒരു സ്മാർട്ട് ഫോൺ കിട്ടിയതോടുകൂടി എല്ലാ കാര്യങ്ങൾക്കും മാറ്റം വന്നു. എന്തൊക്കെ മാറ്റം വന്നേ നമുക്ക് നോക്കാം. അറ്റ് ഫസ്റ്റ് ഇർമ യൂസ്ഡ് ഹെർ ഫോൺ ഫോർ ടോക്കിംഗ് ടു ഹെർ ഫ്രണ്ട്സ് ആൻഡ് ടേക്കിംഗ് ഫോട്ടോസ്. ആദ്യമൊക്കെ അവൾ ഈ ഫോൺ എന്തിനൊക്കെയാണ് യൂസ് ചെയ്തത്, ഫ്രണ്ട്സുമായിട്ട് സംസാരിക്കാനും ഫോട്ടോസ് എടുക്കാനും. ബട്ട് ആസ് ടൈം വെൻറ്റ് ഓൺ ഷീ ഫൗണ്ട് ഷീ കുഡ് നോട്ട് ടേക്ക് ഹെർ ഐസ് ഓഫ് ദ സ്ക്രീൻ. പക്ഷേ സമയം കടന്നു പോകുമ്പോൾ അവൾക്ക് മനസ്സിലായി അവൾക്ക് സ്ക്രീനിൽ നിന്ന് കണ്ണെടുക്കാൻ കഴിയുമായിരുന്നില്ല. അതായത് ഫുൾ ടൈം ഫോണിന് എഡിക്റ്റ് ആയ ഒരു അവസ്ഥ. വൺ ഷീ സ്റ്റാർട്ടഡ് യൂസിങ് ഹെർ സ്മാർട്ട് ഫോൺ
ഷീ വുഡ് സ്ക്രോൾ ത്രൂ സോഷ്യൽ മീഡിയ, വാച്ച് വീഡിയോസ് ആൻഡ് പ്ലേ ഗെയിംസ് ഫോർ ഹവേഴ്സ്. അല്ലേ, ഇത് ഫോൺ കയ്യിലെടുത്താൽ തന്നെ അവൾ എന്ത് ചെയ്യും? അവൾ ഫോണിങ്ങനെ സ്ക്രോൾ ചെയ്ത് സോഷ്യൽ മീഡിയയും വീഡിയോസ് കണ്ടിട്ടും പിന്നെ ഗെയിം കളിച്ചിട്ടും മണിക്കൂറുകളോളം അല്ലേ ഇങ്ങനെ ടൈം ഇങ്ങനെ സ്പെൻഡ് ചെയ്യും. ഓഫൺ ഷീ കുഡ് നോട്ട് ഹെൽപ്പ് റീച്ചിങ് ഫോർ ഹെർ ഫോൺ ഈവൺ വെൻ ഷീ വാസ് ബിസി വിത്ത് അതർ തിങ്. അല്ലേ, ഓഫൺ ഷീ കുഡ് നോട്ട് ഹെൽപ്പ് റീച്ചിങ് ഫോർ ഹെർ ഫോൺ ഈവൺ വെൻ ഷീ വാസ് ബിസി വിത്ത് അതർ തിങ്സ്. എന്ത് തിരക്കിനിടയിലാണെങ്കിൽ കൂടി അവൾക്ക് അവളുടെ ഫോണിനടുത്തേക്ക് എത്താതിരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതായത് ഫുൾ ടൈം ഫോണിൽ തന്നെയാണ്, ഫോണിന് അഡിക്റ്റ് ആയ ഒരു രീതിയിലാണ് അല്ലേ. ഇർമാസ് മദർ നോട്ടീസ് ദിസ് ആൻഡ് ഷീ തോട്ട് ഇർമ ഷുഡ് നോട്ട് ലെറ്റ് ഹെർസെൽഫ് ബി ക്യാരീഡ് എവേ ബൈ ദ സ്മാർട്ട് ഫോൺ. അപ്പോൾ അമ്മ അത് നോട്ട് ചെയ്യുകയും ഇർമേനെ എന്ത് ചെയ്യണം, ആ ഫോണിൽ നിന്നും ആ ഒരു ഫുൾ ടൈമുള്ള ആ ഒരു എഡിക്ഷൻ അത് മാറ്റണമെന്ന് വിചാരിക്കുകയും ചെയ്തു. ദെൻ സ്പെൻഡിങ് ടൈം ഔട്ട്ഡോർ ആൻഡ് എൻജോയിങ് റിയൽ ലൈഫ് മൊമെൻറ്റ് ഷുഡ് ബി ജസ്റ്റ് ആസ് ഇമ്പോർട്ടൻ്റ് ആസ് ദ ഡിജിറ്റൽ വേൾഡ് ടു ഹെർ. അല്ലേ, നമ്മൾ പുറം ലോകമായിട്ടുള്ള ആ ഒരു ബന്ധവും ഔട്ട്ഡോർ ഗെയിംസൊക്കെ നമ്മുടെ ഈ ഒരു ഡിജിറ്റൽ വേൾഡ് എത്രമാത്രം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണോ അതുപോലെ തന്നെ നമ്മുടെ ഔട്ട്ഡോർ ഗെയിംസിനും ഇമ്പോർട്ടൻ്റ് ഒക്കെ ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അല്ലേ, ഔട്ട്ഡോർ ഗെയിംസിൽ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുന്നതും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം. Now read the passage, pick out the sentence with words in italics and write them below. ഇതിൽ ഏതൊക്കെ വേർഡാണ് ഇറ്റാലിക്സിലുള്ളത്, ആ ഒരു സെൻറ്റൻസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ എഴുതുക. അപ്പോൾ ഫസ്റ്റ് വൺ കൊടുത്തിട്ടുണ്ട്, ഇൻ ദ ഈവനിങ് ഷീ വുഡ് ഗോ സൈക്ലിംഗ്. അപ്പോൾ സെക്കൻഡ് എന്താ, ഷീ കുഡ് റൈഡ് ഫോർ എ ലോങ് ടൈം വിത്തൗട്ട് ഗെറ്റിംഗ് ടയേർഡ്. ആൻഡ് തേർഡ് വൺ, ഏർലി ഇൻ ദ മോർണിംഗ് ഷീ വുഡ് ഹാവ് ഗ്രേറ്റ് ഫൺ ഡ്രോയിങ് ആൻഡ് പെയിൻറ്റിങ്. അങ്ങനെ അടുത്ത ഇറ്റാലിക്സിൽ കൊടുത്ത വേർഡ് ഏതാ, ഇവിടെ മുതൽ എഴുതാം അല്ലേ. ഷീ ഫൗണ്ട് ഷീ കുഡ് നോട്ട് ടേക്ക് ഹെർ ഐസ് ഓഫ് ദ സ്ക്രീൻ. അടുത്തത് ഷീ വുഡ് സ്ക്രോൾ ത്രൂ സോഷ്യൽ മീഡിയ, വാച്ച് വീഡിയോസ് ആൻഡ് പ്ലേ ഗെയിംസ് ഫോർ അവേഴ്സ്. അടുത്ത എന്താ, നെക്സ്റ്റ് എന്താ, ഷീ തോട്ട് ഇർമ ഷുഡ് നോട്ട് ലെറ്റ് ഹെർസെൽഫ് ബി ക്യാരീഡ് അവേ ബൈ ദ സ്മാർട്ട് ഫോൺ. ദ ലാസ്റ്റ് വൺ, സ്പെൻഡിങ് ടൈം outdoors and enjoying real life moment should be just as important as the digital world to her. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ എഴുതിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കാര്യം എന്താ, ഇതിൽ fill in the blanks with the suitable sentence from the above. ഈ മുകളിൽ കൊടുത്തതിൽ വെച്ച് സ്യൂട്ടബിൾ ആയ സെൻറ്റൻസ് നമ്മൾ താഴെ എഴുതണം അല്ലേ. അപ്പോൾ ഇവിടെ ഷുഡ്, വുഡ്, കുഡ് ഇതിൻ്റെ യൂസേജ് എന്തൊക്കെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഷുഡിൻ്റെ ഫങ്ഷൻ എന്താ, ടു റെഫർ ടു ഡ്യൂട്ടി ഓർ ഒബ്ലിഗേഷൻ അല്ലേ. നമ്മുടെ എന്തെങ്കിലും ഒരു ഡ്യൂട്ടി അല്ലെങ്കിൽ ഒബ്ലിഗേഷൻ, കടമ അല്ലേ, നമ്മുടെ ഒരു ധാർമ്മിക ഉത്തരവാദിത്വം, അത് നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഷുഡിൽ പറയുന്നത്. അപ്പോൾ സ്പെൻഡിങ് ടൈം ഔട്ട്ഡോർസ് ആൻഡ് എൻജോയിങ് റിയൽ ലൈഫ് മൊമെൻറ്റ് ഷുഡ് ബി ജസ്റ്റ് ആസ് ഇമ്പോർട്ടൻ്റ് ആസ് ദ ഡിജിറ്റൽ വേൾഡ് ടു ഹെർ. അപ്പോൾ ഷുഡ് വെച്ചിട്ട് വരുന്ന സെൻറ്റൻസുകൾ നമ്മൾ എന്ത് ചെയ്യാം, അവിടെ എഴുതുക. ഒന്ന് ഓൾറെഡി അവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്ത് നമുക്ക് എന്താ എഴുതാൻ വേണ്ടി പറ്റുക, ഷീ തോട്ട് ഇർമ ഷുഡ് നോട്ട് ലെറ്റ് ഹെർസെൽഫ് ബി ക്യാരീഡ് അവേ ബൈ ദ സ്മാർട്ട് ഫോൺ അല്ലേ. അങ്ങനെ അടുത്തത് എന്താണ്, വുഡ്, ടു റെഫർ ടു പാസ്റ്റ് ഹാബിറ്റ്. നമുക്ക് പാസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു ശീലം അത് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വുഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ വുഡ് വെച്ചിട്ടുള്ള 3 സെൻറ്റൻസ് നമ്മളിവിടെ എഴുതണം. അപ്പോൾ എന്തൊക്കെ എഴുതുക, ഇൻ ദ ഈവനിങ് ഷീ വുഡ് ഗോ സൈക്ലിംഗ്, പിന്നെയോ ഏർലി ഇൻ ദ മോർണിംഗ് ഷീ വുഡ് ഹാവ് ഗ്രേറ്റ് ഫൺ ഡ്രോയിങ് ആൻഡ് പെയിൻറ്റിങ്. ദ നെക്സ്റ്റ് വൺ ഏതാ എഴുതുക, ഷീ വുഡ് സ്ക്രോൾ ത്രൂ സോഷ്യൽ മീഡിയ, വാച്ച് വീഡിയോസ് ആൻഡ് പ്ലേ ഗെയിംസ് ഫോർ അവേഴ്സ്. അങ്ങനെ അടുത്തത് കുഡ് അല്ലേ. കുഡ് എന്താണ്, ടു റെഫർ ടു പാസ്റ്റ് എബിലിറ്റി. വുഡ് പാസ്റ്റിലുള്ള ഹാബിറ്റ് ആണെങ്കിൽ കുഡ് പാസ്റ്റിലുള്ളൊരു കഴിവ്, ഒരു എബിലിറ്റിയാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ എന്താ എഴുതുക, ഇവിടെ നമുക്ക് ഒന്ന് നോക്കുക, നമ്മൾ കുഡിൽ വെച്ചിട്ട് വരുന്ന ഏതൊക്കെ വേർഡ്സാണ് ഉള്ളത്. ഷീ കുഡ് റൈഡ് ഫോർ ലോങ് ടൈം വിത്തൗട്ട് ഗെറ്റിംഗ് ടയേർഡ് അല്ലേ. അടുത്തത് ഏതാ നമ്മൾ എഴുതുക, ഷീ ഫൗണ്ട് ഷീ കുഡ് നോട്ട് ടേക്ക് ഹെർ ഐസ് ഓഫ് ദ സ്ക്രീൻ. അപ്പോൾ ഇതാണ് ഈ ഒരു ആക്ടിവിറ്റി. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് റിലേറ്റീവ് പ്രൊനൗൺ ആണ് കേട്ടോ. അതായത് നമുക്കിവിടെ നോക്കാം, റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസ് ടേക്കൺ ഫ്രം ദ സ്റ്റോറി, നോട്ടീസ് ദ വേർഡ്സ് ഇറ്റാലിക്സ്. ഇറ്റാലിക്സിലെ വേർഡ് ശ്രദ്ധിക്കാം. ഹി മെറ്റ് എ ഗേൾ ഹു വാസ് ക്രൈയിങ് ബിക്കോസ് ഷീ ഹാഡ് ലോസ്റ്റ് ഫേവറിറ്റ് ഡോൾ. Kafka had prepared the letter which was meant to be from the doll.
അപ്പോൾ ഇത് റിലേറ്റീവ് പ്രോനൗൺ ആണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഹൂ, വിച്ച്, ദാറ്റ് ഇതൊക്കെ എവിടെയാണ് നമ്മൾ വെക്കുക എന്നുള്ളതാണ് അറിയേണ്ടത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഹൂ വെക്കുക നമ്മൾ ഒരു പേഴ്സണെ കുറിച്ചിട്ട് പറയുമ്പം, അല്ല സബ്ജക്റ്റ് ഒരു പേഴ്സൺ, ആ പേഴ്സണെ തന്നെയാണ് നമ്മൾ വീണ്ടും അടുത്ത സെൻറ്റൻസിലും പറയേണ്ടി വരുന്നതെങ്കിൽ അവിടെയാണ് നമ്മൾ ഹൂ വെക്കുക. വിച്ച് എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റ്, ഏതെങ്കിലും ഒരു സാധനത്തെക്കുറിച്ച് പറയുമ്പോഴാണ് നമ്മൾ വിച്ച് വെക്കുക. ദാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം, അത് ഒരു ഒബ്ജക്റ്റായിട്ട് നമുക്ക് കാണിക്കാൻ പറ്റില്ല, നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളായിരിക്കും, അതൊരു ഒബ്ജക്റ്റായിട്ട് നമുക്ക് എടുത്ത് കാണിക്കാൻ പറ്റില്ല. അത്തരം സന്ദർഭങ്ങളാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക, ദാറ്റ് യൂസ് ചെയ്യുക. ഇവിടെ ഈ ഒരു പോമിൽ അത് വളരെ കൃത്യമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഹൂ എവിടെയാണ്, ഇപ്പോൾ നോക്കിയ സെക്കൻഡ് ലൈന് നോക്കിയേ, വിത്ത് ആക്ഷൻസ് ദാറ്റ് വർ ട്രൂലി വൈസ്. അപ്പോൾ ആക്ഷൻസ് ഒരു ഒബ്ജക്റ്റ് അല്ല നമുക്ക്, പക്ഷേ കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലേ, അതൊരു ഒബ്ജക്റ്റ് അല്ല. അവിടെ ദാറ്റാണ് വന്നത്. നെക്സ്റ്റ്, ദെയർ വാസ് എ ബോയ് നെയിംഡ് ജാക്ക് ഹൂ ലെഡ് ദ വേ. അപ്പോൾ അവിടെ ഒരു ജാക്ക്, ഒരു പേഴ്സണെയാണ് പറയുന്നത്, അതുകൊണ്ടാണ് ഹൂ യൂസ് ചെയ്തത്. ഇനി നോക്കിയേ, ഹി ന്യൂ ദാറ്റ് എ ക്ലീൻ ടൗൺ ബ്രിങ്സ് ചിയർ. അപ്പം അറിയാമെന്ന് പറഞ്ഞൊരു ഒബ്ജക്റ്റ് നമുക്ക് എടുത്ത് കാണിക്കാൻ പറ്റുമോ? ഇല്ല, അതുകൊണ്ടാണ് അവിടെ ദാറ്റ് വന്നത്. ആ രീതിയിൽ നിങ്ങൾ ബാക്കിയുള്ള ലൈൻസും കൂടെ വായിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇനി നമുക്കിവിടെ ഇത് വെച്ചിട്ടുള്ള ആ ഒരു ബ്ലാങ്ക്സ് ക്ലിയർ ചെയ്യാനുണ്ട്, അത് നമുക്കൊന്ന് നോക്കാം അല്ലേ. അപ്പോൾ ഓക്കെ, ഞാൻ ഒരുപാട് വീഡിയോക്ക് ലെങ്ത്ത് വരുന്നതുകൊണ്ട് ജസ്റ്റ് ആൻസർ മാത്രം പറഞ്ഞു പോവാം. നിങ്ങൾ ആദ്യം ഒന്ന് സ്വയം പറഞ്ഞു നോക്കുക, അതിനുശേഷം നിങ്ങൾ കണ്ടെത്തിയ ആൻസർ കറക്റ്റ് ആണോ എന്ന് നോക്കിയാൽ മതി കേട്ടോ. ഇറ്റ് ഈസ് ഗ്രൂപ്പ് ഓഫ് കിഡ്സ് ഡാഷ് ആർ റിയലി പാഷനേറ്റ് അബൌട്ട് എൻവയോൺമെൻറ്റ് കൺസർവേഷൻ. അപ്പോൾ ഇവിടെ എന്താ എഴുതുക, ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് കിഡ്സ്, പേഴ്സണെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ നമുക്ക് ഹൂ ആണ് വെക്കുക. അതിന് ദാറ്റ് സൗണ്ട് കൂൾ, ഹൂ ക്യാൻ ജോയിൻ. അപ്പോൾ അടുത്തത് എനി വൺ ഡാഷ് വാണ്ട് ടു മേക്ക് എ ഡിഫറൻസ്. അപ്പോൾ അവിടെ നമ്മൾ എനി വൺ, അവിടെയും പേഴ്സണെയാണ് പറയുന്നത്, അതുകൊണ്ട് അവിടെയും നമുക്ക് ഹൂ തന്നെയാണ് വരിക. ദാറ്റ്സ് റിയലി സ്മാർട്ട്, ഡു ദേ ഡു എനിത്തിങ് എൽസ്. അപ്പോൾ അടുത്തത് they convince the shopkeepers to give up plastic bags. പ്ലാസ്റ്റിക് ബാഗ് എന്ന് പറഞ്ഞ ഒരു ഒബ്ജക്റ്റ് അല്ലേ, അപ്പോൾ അവിടെ നമുക്ക് വിച്ച് ആർ ഹാംഫുൾ ടു ദ എൻവയോൺമെൻറ്റ്. ദാറ്റ്സ് എ ബിഗ് അച്ചീവ്മെൻറ്റ്, ഹൗ ക്യാൻ ഐ ഗെറ്റ് ഇൻവോൾവ്. അപ്പോൾ ലാസ്റ്റ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത് എന്താ, യു ക്യാൻ അറ്റൻഡ് ദർ മീറ്റിങ്സ്. അപ്പോൾ അവിടെ എന്താ നമ്മൾ വെക്കുക, മീറ്റിംഗ് നമുക്ക് എടുത്ത് കാണിക്കാൻ പറ്റുന്ന ഒരു ഒബ്ജക്റ്റ് ആണോ? അല്ല, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ അവിടെ എന്ത് ചെയ്യുക, ദാറ്റ് they hold every Friday after school. I'm excited to join. Thanks for telling me about the club. അപ്പോൾ ഇത്രയാണ് ഈ ഒരു പാഠഭാഗത്തുള്ള ആക്ടിവിറ്റീസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, നമുക്ക് അടുത്ത പാഠവുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൻ്റെ കാര്യം മറന്നു പോകരുത്.